നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നടക്കുന്നത് അവരവരുടെ ഭാഗ്യം എത്രത്തോളം ഉണ്ട് അതിനെ ആശ്രയിച്ചാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇത് കേൾക്കുന്നത് നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിക്കുക, അതിനെ തുടർന്ന് ഊഷ്മളകരമായിട്ടുള്ള ഒരു ദാമ്പത്യം ഉരുത്തിരിഞ്ഞു വരിക, അതിൻ്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് ശ്രേയസ്സിനെ ഉണ്ടാക്കുന്ന സന്താനങ്ങൾ ഉണ്ടായിത്തീരുക, അതിനോടൊപ്പം സമ്പത്തും സമാധാനവും ജീവിതത്തിൽ യഥേഷ്ടം നിറഞ്ഞു നിൽക്കുക. ഈ പറഞ്ഞത് ഇത്രയും ഒരു വ്യക്തിക്ക്, അതിപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ശരി, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന അതൊരു മൊബൈൽ ഫോൺ ആകട്ടെ അല്ലെങ്കിൽ വാഹനമാകട്ടെ, അങ്ങനെ ഇത്തരത്തിൽപ്പെട്ട ഏതാണെങ്കിലും ശരി, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നമ്പർ അതിനുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ഇവയെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇവ വന്നു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ നമ്പറുകൾ അഥവാ സംഖ്യകൾ നമുക്ക് ഭാഗ്യം കൊണ്ടുവരാൻ തുടങ്ങും. ഈ പറഞ്ഞ ഈ ഒരൊറ്റ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ചില അത്യാകർഷക നമ്പറുകൾ അത് ആളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് സ്വന്തമാക്കുന്നത്. ഇവിടെ എത്ര ലക്ഷം രൂപ ലേലത്തിൽ നഷ്ടമായാലും അവരവർക്ക് ആ ഇഷ്ടപ്പെട്ട അവരുടെ നമ്പർ, ആ ഫേവറേറ്റ് നമ്പറുകൾ അവർ ലേലത്തിൽ വിളിച്ച് അവരുടെ വാഹനത്തിൽ പതിപ്പിച്ചിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പർ ഏതോ അതിൻ്റെ അവസാനത്തെ അക്കം ആ ബാക്കി അതിനു മുൻപിൽ വരുന്ന 9 അക്കങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഈ കാണുന്നതിൽ ഏതാണോ അതിൽ നിങ്ങൾ ഇവിടെ അമർത്തുകയാണ് വേണ്ടത്. അതായത് തിരഞ്ഞെടുക്കണം എന്ന് സാരം. അങ്ങനെ നിങ്ങൾ അമർത്തുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ അങ്ങോട്ട് പറയും. ഒരുപക്ഷെ അത് നിങ്ങൾ ഓൾറെഡി മനസ്സിൽ പ്രതീക്ഷിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ടുള്ള ചില സത്യങ്ങളും ആയിരിക്കാം. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതെന്താണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കാണുന്ന 1 മുതൽ 0 വരെയുള്ള അക്കങ്ങളിൽ നിന്നും നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പർ ഏതോ അതിൻ്റെ അവസാനത്തെ ആ ഒരു അക്കം ഏതോ അതാണ് ഇവിടെ നിങ്ങൾ അമർത്തേണ്ടത്. ഒരുപക്ഷെ ഒന്നിലധികം ഫോൺ നമ്പറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ലേ, അതിലെ അവസാനത്തെ അക്കമാണ് അമർത്തേണ്ടത്. അങ്ങനെ നിങ്ങൾ ഒരു സംഖ്യ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം എന്താണെന്നും അത് നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നുണ്ടോ എന്നുകൂടിയും ഇതിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കൗണ്ട് ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 1 മുതൽ 0 വരെ ക്രമമായിട്ടല്ല ഫലം പറയുന്നത്, പകരം ഓരോ നമ്പറും സെലക്ട് ആകുന്നതനുസരിച്ചാണ് ഫലം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പർ എപ്പോഴാണ് കറങ്ങി വരുന്നതെന്ന് ദയവായി ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും ആദ്യം നമുക്ക് 1 നിന്ന് തന്നെ ആരംഭിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 1 വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുടുംബ സമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പറയാൻ കാരണം, വീട്ടിലെ കുടുംബങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായാൽ, അതായത് ഒരു തർക്കമുണ്ടായാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത വന്നു നിറയും. അതായത് പെട്ടെന്നുള്ള എന്തോ ഒരു ആഗമനം നിങ്ങളുടെ മനസ്സിൽ വന്നു നിറയും. പിന്നെ മണിക്കൂറുകൾ എടുത്തു മാത്രമേ അത് നിങ്ങൾക്ക് ശാന്തമായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് പ്രശ്നങ്ങളും ഉടനെ പരിഹരിക്കപ്പെട്ടു കിട്ടും. അത് സാമ്പത്തികമാകട്ടെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാകട്ടെ, അതെല്ലാം പരിഹരിക്കപ്പെടും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ വിവാഹിതർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ വിവാഹം എന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം 100% ഉറപ്പാണെന്ന് സാരം. അടുത്തത് ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 7 എന്ന സംഖ്യയിൽ അവസാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്
പറയുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബങ്ങളോ ഒന്ന് സങ്കടപ്പെട്ടാൽ അല്ലെങ്കിൽ അവർ നിങ്ങളോടൊന്ന് വഴക്കിട്ടാൽ അവരെക്കാൾ കൂടുതൽ അതിൽ ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും. പക്ഷേ അത് നിങ്ങൾ പുറമെ പ്രകടിപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ശുഭവാർത്തയാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ആരംഭിച്ചത്, ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കുകയും അത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയബന്ധങ്ങളാകാം, വിവാഹബന്ധമാകാം, അങ്ങനെ ഏതു തരത്തിലുള്ള റിലേഷൻഷിപ്പുമാകാം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടന്നിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി അടുത്തത് ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 0 അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അധികമൊന്നും ആലോചിക്കാതെ തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളോട് സ്പഷ്ടമായി പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. അതായത് യാദൃച്ഛികമായിട്ട് ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു. അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയില്ലെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് 100% അനുകൂലമായിരിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന ഒരു അവസ്ഥയിലാണ് അത് പരിണമിക്കുന്നത്. കാരണം അത്രക്ക് വിലപ്പെട്ട നിമിഷങ്ങളാണ് ഇനി നിങ്ങൾ തരണം ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഫോൺ നമ്പറിന്റെ അവസാനത്തെ അക്കം 5 എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്തുള്ള മനസ്സമാധാനം കൂടി നശിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെ വേണം പറയാൻ. അതായത് നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും. ഇതിൻ്റെ ഭാഗമായി സാമ്പത്തികമായാലും അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലും എല്ലാം വളരെയധികം ഒറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത്, ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളുടെ ജീവിതമാർഗം മധ്യേ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത് വഴി തുടങ്ങുന്നതാകാം, അല്ലെങ്കിൽ എല്ലാം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാവുന്ന ഒരു പ്രണയ പങ്കാളി മുഖേന ആകാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞത് രണ്ടുമല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു അകന്ന ബന്ധുവിൽ നിന്നും ആയേക്കാം. ഈ പറഞ്ഞതിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തിവെക്കും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. ഇതിൽ ഏത് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒന്ന് നടക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അടുത്ത നമ്പർ 9ാമത്തെ അക്കമാണ് അമർത്തിയവർക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. ദൈവിക ശക്തി നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട്. കാരണം അത് അനുഗ്രഹമായിട്ടാണ് ലഭിക്കുക. എന്നാൽ ഈ പറഞ്ഞ ദൈവാനുഗ്രഹം നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അച്ചിട്ടായി പ്രതിഫലിക്കാൻ പോവുകയാണ്. പറയാൻ കാരണം, ഏതോ ഒരു ഈശ്വര ശക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു ഈശ്വര പ്രവാഹം നിങ്ങൾ പ്രവേശിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫലത്തിൽ കാണുന്ന പ്രകാരം അത് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞിടെയായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ഓപ്പോസിറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറിത്തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ അത്യാനന്ദം ഉണ്ടാകുന്ന ചില അവിസ്മരണീയമായ സംഭവങ്ങൾ അധികം താമസിയാതെ തന്നെ നടന്നിരിക്കും. ഇത് വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ബന്ധം അത് യാഥാർത്ഥ്യമാകുന്നതുമാകാം, അല്ലെങ്കിൽ വളരെ നാളുകളായി ഒരു ലോട്ടറിയിൽ നിന്നും അല്പം ധനം നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹവുമാകാം. അത് നിറവേറി കിട്ടുന്നതാകാം. എന്തായാലും ശരി, ഈ രീതിയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അടുത്തതായി വരുന്ന നമ്പർ 2 എന്ന അക്കം അമർത്തിയവർക്ക് വേണ്ടിയിട്ട് ഫലങ്ങളാണ് ഇനി പറയുന്നത്.
നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. എന്നാൽ വീടിന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയാൽ, അതായത് ഒന്ന് കറങ്ങാൻ വേണ്ടി ഒന്ന് ഇറങ്ങിപ്പോയാലും ശരി, ആ സമയം നിങ്ങൾക്ക് നല്ല പ്രസരിപ്പും സന്തോഷവും അവിടെ ലഭിക്കും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാകാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ല സ്വസ്ഥതയോട് കൂടി ഒന്ന് ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതമാറ്റം വരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ഉടനെ അരങ്ങേറി തുടങ്ങും. അതൊരു പക്ഷേ നിങ്ങളുടെ ഇടപെടലുകൾ അനുസരിച്ച് ഇത് ഒരു മാസമോ അടുത്ത മാസമോ അല്ലെങ്കിൽ 3 മാസം വരെ സമയമെടുത്ത് സംഭവിച്ചേക്കാം. പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ കാര്യങ്ങൾ ഡിലേ ആകുന്നത്. അതുകൊണ്ട് തന്നെ അല്പം വൈകിയാലും ഇത് നടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അതിനെ തുടർന്ന് ജീവിതം അത് ഒരു ആനന്ദ ലഹരിയിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായാലും സമാധാനമായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ നടന്നിരിക്കും. അടുത്തതായി 6ാമത്തെ നമ്പർ അമർത്തിയവർക്ക് വേണ്ടിയുള്ള ബലങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ധനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അതാണ് നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സമാധാനം തകർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഫലത്തിൽ കാണുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്. ജോലിയുമായി ബന്ധപ്പെടുത്തിയുമാകാം, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടും ആകാം. കാരണം ദാമ്പത്യം ഇതിൽ അല്പം കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എത്ര പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. കാരണം അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങൾ എന്താണോ മനസ്സിൽ പ്രതീക്ഷിച്ചത് അതിൽ മടങ്ങായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ശമ്പളത്തിൻ്റെ അനേകം മടങ്ങ് ശമ്പളം നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഒരു ജോലിയിൽ നിങ്ങൾ ഇപ്പോൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അതിനെ ഒരു പക്ഷേ ഈ സ്ഥാനത്ത് ഈ ധനം ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾ 10 പ്രതീക്ഷിച്ച ആ ഇടത്തു നിന്നും 100 ലഭിക്കും എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ചില ഞെട്ടിക്കുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ വന്നു ചേരും. അടുത്തത് 3 എന്ന അക്കം അമർത്തിയവർക്ക് വേണ്ടിയിട്ടുള്ള ബലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു തൊട്ടാവാടി പോലുള്ള സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നിങ്ങളെ ഇതിനകം തന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. പറയാൻ കാരണം അത് നിങ്ങൾ സഹായിക്കാൻ ആവാത്ത ഒരു അവസ്ഥയായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചോളും എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയാണ് നിങ്ങൾ ഇവരോടുള്ള തർക്കത്തിനൊന്നും പോകാതിരിക്കുന്നത്. കാരണം വഴിമാറി പോവുകയാണ് നിങ്ങളുടെ ആ ഒരു രീതി. അപ്പോൾ ഈ ഒരു സ്വഭാവ പ്രകൃതം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള ഒരു പ്രധാന കാരണം. എന്നാൽ ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇപ്പോൾ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. പറയാൻ കാരണം ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾക്കൊരു സുവർണ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ വന്നു ചേരും. അതായത് ഇത്രയും നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാൻ മുന്നോട്ട് വരും. അതോടുകൂടി നിങ്ങളുടെ ജീവിത മേഖലയിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആ വ്യക്തി മുഖാന്തരം നടന്നു കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ജീവിതാനുഭവമായിരിക്കും നിങ്ങൾക്കിനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് 8 എന്ന അക്കം അമർത്തിയവർക്ക് വേണ്ടിയിട്ടുള്ള ബലങ്ങളാണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും സ്വസ്ഥതയില്ല, ജോലി സ്ഥലത്തും അങ്ങനെ തന്നെ. ഇനി ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ സഹപാഠികൾക്കിടയിലും ഈ പറഞ്ഞതുപോലെ കുത്തിത്തിരിപ്പുകൾ ധാരാളമായി കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഇനി അങ്ങോട്ട് ഒന്നിനു പുറമെ ഒന്നായി നിങ്ങൾ കണ്ടു തുടങ്ങും. ഇതിൽ നിങ്ങളുടെ കഴിവുകൊണ്ട്, അതായത് സ്വമേധയായുള്ള ആ ഒരു പ്രത്യേകത കൊണ്ട് നിങ്ങൾ ഇതിൽ ഏതിനെ സ്വീകരിക്കുന്നു ആ സംഭവങ്ങളുടെ പ്രതിഫലം
നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ആഡംബര കാറിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ചുരുക്കം. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അതായത് ആഭരണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയെല്ലാം മതിമറന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി അവസാനമായി വരുന്ന 4 എന്ന അക്കം അമർത്തിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ ധൈര്യം സംഭരിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭയം മൂലം നിങ്ങൾ ശരിയായി ചെയ്തു തീർക്കാൻ സാധിക്കാറില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം അത് നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലേ, അല്ലെങ്കിൽ അത് നഷ്ടമാകുമോ ലാഭമാണോ അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു ആശങ്ക നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ നോക്കി നിൽക്കാൻ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഇവിടെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സാമ്പത്തികം തന്നെയായിട്ടാണ് പറയാൻ സാധിക്കുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 10 കിട്ടിയാൽ 20 രൂപയുടെ ചിലവാണ് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കപ്പെടേണ്ടത്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം. മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്നെയും ചില കാര്യങ്ങൾ വീട്ടിലേക്ക് മേടിക്കുക എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഈ പറഞ്ഞത് ഏതെങ്കിലും ഗൃഹോപകരണങ്ങളാകാം, വസ്തു ആകാം, അല്ലെങ്കിൽ വാഹനങ്ങളാകാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആദ്യമൊക്കെ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് 4 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാന അക്ക നമ്പറുകളെ പറ്റി പറയാനായിട്ടുള്ള ഫലങ്ങൾ. ഇത്രയും കേട്ടതിൽ വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.